ഹലോ, എന്താണ് എല്ലാവരും പരിപാടി? വാലൻറ്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയൊരു വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇൻസ്റ്റ തുറന്നാലും വാട്സപ്പ് തുറന്നാലും ഫുൾ കാണുന്ന നമ്മളിപ്പോൾ ക്രോഷ മാത്രമാണ്. അപ്പം ഞാനും ക്രോഷയാണ് ഒരു ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പം ഞാൻ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ഫ്ലവറൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് ഒരു വലിയൊരു ബൊക്കെ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങൾക്കൊക്കെ വാലൻറ്റൈൻസ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളൊക്കെ എങ്ങനെ ആഘോഷിച്ചു വാലൻറ്റൈൻസ് ഡേ? ഞാനിങ്ങനെ ചെറിയൊരു ബൊക്കെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വാലൻറ്റൈൻസ് ഡേ വിഷ് ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ വാലൻറ്റൈൻസ് ഡേ എന്ന് പറയുന്നത് കപ്പിൾസിന് മാത്രമേ ഉള്ളതല്ല. അപ്പോൾ എല്ലാവർക്കും വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കാം. സ്നേഹിക്കുന്ന എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൊടുത്ത് സർപ്രൈസൊക്കെ കൊടുക്കാം. അപ്പോൾ ആ ഒരു മൂഡിലാണ് ഞാനും. ക്രോഷോ ചെയ്ത് റെഡിയാവില്ലേ എന്ന് അറിഞ്ഞൂടാ. റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കും എൻ്റെ കിടില സർപ്രൈസ്. അപ്പോൾ ആൾക്കാരനൂടെ ഞാൻ ക്രോഷോ മേക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഫ്ലവർ ഉണ്ടാക്കണതും ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ സർപ്രൈസായിട്ടാണ് ക്രോഷോ ഫ്ലവേഴ്സ് ഉണ്ടാക്കുക. പിന്നെ സാധാരണ എനിക്ക് ഗിഫ്റ്റ് പുറത്തുനിന്ന് മേടിക്കണേക്കാട്ടും ഇഷ്ടം നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ മേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഗിഫ്റ്റ് ചെയ്യാനാണ് ഇഷ്ടം. കാരണം അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന എഫേർട്ട് നമ്മൾ എത്ര ദിവസം കൊണ്ടാണോ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ക്രോഷേ ബൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസത്തോളമായി. കാരണം ഞാൻ ഇത് ചെയ്യും, ഫ്ലോപ്പ് ആവും, വീണ്ടും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ അത് ഭയങ്കര എഫേർട്ടാണ്. നമ്മളൊരാൾക്ക് വേണ്ടി, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി നമ്മളിങ്ങനെ എഫേർട്ട് എടുത്ത് ചെയ്യാന്നൊക്കെ പറയണത്. ഫൈനലി അങ്ങനെ എൻ്റെ ക്രോഷേ ബുക്ക് ഇവിടെ റെഡി ആയിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.